എന്താ ചേച്ചി, പ്രസാദം ഒരൽപ്പം എനിക്ക് തരില്ലേ? എന്താ ചേച്ചി ഒന്നും മിണ്ടാത്തത്? മിണ്ടാൻ പറ്റില്ലേ? ഛേദമില്ലാത്തൊരു ഉപകാരല്ലേ? ഒരു ഗർഭിണി പെണ്ണ് ചോദിക്കുമല്ലേ? അല്പം പ്രസാദം തരൂ ചേച്ചി, അതിന്റെ ഗുണം ചേച്ചിക്കുണ്ടാവും. തരാതെ പോയാ എന്റെ കുഞ്ഞിന് ഇഷ്ടക്കേടെങ്ങാനും സംഭവിച്ചാലോ? കാല് വേദനിക്കുന്നു. ഡാഡി, എത്രയാന്നും പറഞ്ഞ ഈ പെയിൻ ഇങ്ങനെ സഹിക്കുന്നത്? നമുക്കേ ഏതെങ്കിലും ഡോക്ടറെ കാണാം. വേണ്ട മോളെ, കുറച്ചുകൂടി കഴിയട്ടെ. എന്തായാലും അമ്പലത്തിൽ നിന്ന് ശ്രീകല മടങ്ങി വരട്ടെ. ഇപ്പോഴും നല്ല വേദനയുണ്ടോ? പറ്റുന്നില്ല മോളെ, കാലനക്കാൻ പറ്റുന്നില്ല. ശ്രീകല വരുന്നുണ്ടല്ലോ. എന്തായി ശ്രീകലെ, അമ്പലത്തിൽ പോയിട്ട്? അമ്മേ, എന്താ ശ്രീകല പറഞ്ഞ്? അത് പൂജാമുറി കൊണ്ടുവച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് വരാന്ന്. നിന്റെ അമ്മ എന്താ ഇങ്ങനെ? അവൾക്ക് എന്താ പറ്റിയത്? ശ്രീകല ഒപ്പമുള്ളപ്പോഴാ എന്റെ കാലിന് കുഴപ്പം സംഭവിച്ചത്. എന്നിട്ട് ആ കാര്യമൊന്നും തിരക്ക് പോലും ചെയ്യാതെ വന്ന ഉടനെ പൂജാമുറി കയറി പ്രാർത്ഥന തുടങ്ങിയല്ലോ. തമ്പിയച്ചൻ ഇനി അതിന്റെ പേരിൽ അമ്മയോട് നിരസപ്പെടണ്ട. ക്ഷേത്രത്തിൽ വെച്ച് എന്തെങ്കിലും നല്ല കാര്യം സംഭവിച്ചിട്ടുണ്ടാവും. സംസാരശേഷി വീണ്ടും കിട്ടാനും തമ്പിയച്ചന്റെ കാലിൽ വേദന മാറാനും ഒക്കെ ചിലപ്പോൾ വിദ്യാമ്മ വല്ല പ്രതിവിധിയും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. അതുകൊണ്ടാവും അമ്മ വന്ന ഉടനെ പൂജാമുറി കയറി പ്രാർത്ഥന തുടങ്ങിയത്. ഡാഡിയുടെ കാലിന് പരിക്ക് പറ്റിയതും ശ്രീകലാമ്മയുടെ സംസാരശേഷി പോയതും ശരിക്കും ദേവൂട്ടി കാരണമാണോ? ഇനി ഇതിലെന്തെങ്കിലും സത്യം ഉണ്ടാവുമോ? ഒന്നിലും ഇടപെടാതെ ന്യൂട്രൽ അടിച്ച് നിൽക്കുന്നത് നല്ലത്. അല്ലെങ്കിൽ എനിക്കും ഇതുപോലെ എന്തെങ്കിലും കുഴപ്പം സംഭവിച്ചാലോ? എനിക്ക് ആ മന്ത്രം ഓർത്തെടുക്കാൻ കഴിയുന്നില്ലല്ലോ. സർവമംഗള മംഗല്യേ. ബാക്കി എന്തായിരുന്നു? ദേവി, എന്താ ഇപ്പൊ ഇങ്ങനെ? എനിക്കെന്താ സംഭവിച്ചത്? നന്നായി വേതാളി, നന്നായി. നീ സമർത്ഥയാണെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചു കഴിഞ്ഞു. ആ പ്രസാദത്തിൽ സ്പർശിച്ച് അശുദ്ധമാക്കിയതോടെ ദേവി ശക്തിയുടെ ചൈതന്യം നിന്നിലേക്ക് ആവാഹിച്ചിരിക്കുന്നു. ആ ചൈതന്യം നിന്നിൽ നിന്ന് നമ്മുടെ മൂർത്തികൾ ആവാഹിച്ച് അവരും കൂടുതൽ ശക്തരാകും. അതോടെ ദേവശക്തികൾക്ക് വൃത്തിക്ഷതം സംഭവിക്കും. അങ്ങനെ കാര്യങ്ങളെല്ലാം ഈ ഉഗ്രസേന അഘോരയ്ക്കും അഘോരിണിക്കും അനുകൂലമായി വരും.